നദികളിൽ സുന്ദരി യമുന സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തെ തള്ളി സംവിധായകൻ വിജേഷ് പാണത്തൂർ. റിലീസിന് മുൻപേ മാർക്കറ്റിംഗ് ആയ സിനിമയാണ് നദികളിൽ സുന്ദരി യമുന എന്നും തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണമെന്നും വിജേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംഭവത്തെ നിയമപരമായി നേരിടുമെന്നും സംവിധായകൻ. പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ നടക്കുന്ന സംബന്ധിച്ച് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടതും. 2022 തുടങ്ങിയ പടം 23 അതിൻ്റെ എല്ലാ പരിപാടിയും കഴിയുന്നു. 24 25 എന്നോട് വളരെ സൗഹൃദത്തിലുള്ള വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുന്നു എൻ്റെ നഷ്ടപ്പെടുത്തി, എന്നോട് കളവ് പറഞ്ഞു. മറ്റേ 2023 ഇയാൾക്ക് നഷ്ടമുണ്ടായെന്ന് പറഞ്ഞ ഈ പടത്തിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളും ഞാൻ കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒറ്റ ചോദ്യം ഇപ്പോഴും മുരളിയേട്ടനോടുള്ളൂ, എന്തുകൊണ്ട് ഇതിൻ്റെ സാറ്റലൈറ്റ് വിറ്റില്ല? സത്യം ഒരു നാൾ പുറത്ത് വരും. എത്ര കാലം കഴിഞ്ഞ് മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്ത് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ പിന്തുണ ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ദൈവാനുഗ്രഹിച്ച് അത് ഉണ്ടാകട്ടെ. ശരി, രതീഷ് വാസവൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നു. രതീഷ്, ഈ വിവാദം പല 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 തലങ്ങളിലേക്ക് എത്തുകയാണല്ലോ. സേതു, തീർച്ചയായും ഇത്തരത്തിൽ തന്നെ വിജേഷിനെ നമുക്കറിയാം. സമാന്തര സിനിമകളിലും ഷോർട്ട് ഫിലിമും ഒക്കെ കഴിവ് തെളിയിച്ച ഒരു കലാകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ഈ നേരത്തെ പറഞ്ഞ സിനിമ ഉൾപ്പെടെ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിലാണ് ഈ മുരളി കുന്നുംപുറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൗഹൃദത്തിലാവുന്നത് നോക്കും. എന്തായാലും ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അടിസ്ഥാനരഹിതമാണ്. ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കും തയ്യാറാണ്. അദ്ദേഹം കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കണം, പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പരിശോധിക്കാൻ താൻ തയ്യാറാണ്. തൻ്റെ വ്യക്തിജീവിതവും കലാകാര ജീവിതവും ഒക്കെ തന്നെ സുതാര്യമാണ്. അത് സിനിമാ ലോകത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ ഇപ്പം സിനിമയിൽ ഉയർന്നു വരുന്ന മികച്ച സിനിമകളൊക്കെ ചെയ്യാൻ അവസരം ലഭിക്കുന്ന തന്നെ തകർക്കാനും വ്യക്തിപരമായി തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്നാണ് താൻ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമപരമായി തന്നെ പ്രതികരിക്കാനാണ്, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് വിജേഷിൻ്റെ തീരുമാനം. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുരളി കുന്നുംപുറത്തിൻ്റെ ഈ പ്രസ്താവനയും വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇനിയും തുടർച്ചയായിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസമൊക്കെ മറ്റൊരു സംവിധായകനും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി എത്തിയിരുന്നു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വിജേഷ് പാണത്തൂരും ഇത്തരത്തിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വിവാദം തുടരും ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. സേതു. ശരി രതീഷ്, ശരി.